നമ്മൾ ദൃശ്യങ്ങളിൽ കൂടുതൽ ആളുകൾ, സന്നിധാനത്തൊക്കെ ആളുകൾ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സമയം 6 മണി. ഇനി അങ്ങോട്ടേക്ക് അല്ലേ ഓരോ നിമിഷവും കളയാനില്ല. തീർച്ചയായിട്ടും നിമിഷ സ്വാമിയെ ശരണമയ്യപ്പ, പൊന്നമ്പലവാസനെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല പൂങ്കാവനമുള്ളത്, ശ്രീകോവിലുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്നത് ആ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയാണ്. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ആ ശരംകുത്തിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 6:15 കൂടി തിരുവാഭരണ ഘോഷയാത്ര ഈ പൊന്നു 18-ാം പടിക്ക് താഴേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോമരങ്ങൾ തുള്ളി ഉറഞ്ഞാടി വരുന്ന ഒരു ആ അവസ്ഥ. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഇരുവശങ്ങളിൽ ആനന്ദ നടനമാണ്, ആനന്ദ കാഴ്ചയാണ്, എവിടെയും കിട്ടില്ല കാഴ്ച, ഒരിക്കലും കിട്ടാത്ത കാഴ്ച, നയന മനോഹരമായിട്ടുള്ള കാഴ്ച. ഭക്തിയിൽ ആറാടുന്ന ആ ശ്രീകോവിൽ, ഈ കാനനത്തിന് നടുവിൽ ഇത്രയും ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ, ഇത്രത്തോളം ഒരു ലക്ഷക്കണക്കിന് ഭക്തരെ ഇവിടേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഈ ദിവസം ഇത്രത്തോളം ഭക്തർ ഇവിടേക്ക് എത്തിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതിനകത്തിരിക്കുന്ന ആ ആനന്ദമൂർത്തിയുടെ, ആ മൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാര്യം ഈ ഒരു അച്ഛൻ മകനും ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സന്നിധാനം കാത്തു നിൽക്കുന്നത്. എന്തൊരു അക്ഷമയാണ് എല്ലാവരുടെയും മുഖത്ത്. എവിടെയാണ് ആ തിരുവാഭരണ ഘോഷയാത്ര, എവിടെ വരെ എത്തി എന്നറിയാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഓരോ അയ്യപ്പ ഭക്തരും ഇവിടെ നിൽക്കുന്നവർ പോലീസ് അയ്യപ്പന്മാരുടെ അടുത്ത് പോയിട്ട് വയർലെസ്സിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ, എവിടെ എത്തി എന്നുള്ള മെസ്സേജ് വന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി കാണാനുള്ള കാഴ്ച ആ ആനന്ദ നടനമാണ്. ആ വലിയ നടപ്പന്തലിലേക്ക് തീവട്ടികളുടെയും കർപ്പൂരാഴിയുടെയും ഒക്കെ ആ അഗ്നിജ്വാല പ്രഭയിൽ കടന്നു വരുന്ന ആ തിരുവാഭരണ ഘോഷയാത്ര, ആ 3 പേടകങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി വട്ടം ചുറ്റി വരുന്ന കാഴ്ച, അത് ആ വലിയ നടപ്പന്തലിലേക്ക് വന്ന് അത് അതിവേഗത്തിൽ, അപ്പോൾ ആ നടപ്പന്തലിൽ ഇരുഭാഗത്തും നിൽക്കുന്ന അയ്യപ്പ ഭക്തർ അവരുടെ കൈ നീട്ടി അതിലൊന്ന് തൊട്ടു തൊഴാൻ വേണ്ടി ഇങ്ങനെ ആയും ചിലർക്കൊക്കെ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഭാഗ്യം ലഭിക്കുന്നവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് അതൊരു സുഹൃതമായി മനസ്സിൽ കൊണ്ട് അത് സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്യും. അയ്യപ്പനെ പോലെ പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്യും. ആ സ്പർശത്തിലൂടെ ലഭിച്ച അനുഭൂതി, ആ സ്പർശനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഭൂതി, ആ ഒരു പുണ്യം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. പല സമയങ്ങളിലും തിരുവാഭരണ പേടകത്തെ തൊട്ടുതൊഴാൻ ഉള്ള അവസരമുണ്ടായിട്ടുണ്ട്. തിരുവാഭരണം ചാർത്ത് നിൽക്കുന്ന അയ്യപ്പനെ മുന്നിൽ ഒരു മിന്നായം പോലെ കണ്ടിട്ടുമുണ്ട്. ആ സമയത്ത് ആ കാണുന്ന ഒരു അയ്യപ്പനെ പിന്നീട് നമുക്ക് പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ശബരിമല സന്നിധാനത്ത് ഒരാളുടെയും മൊബൈൽ വർക്ക് ചെയ്യില്ല, ഒരാൾക്കും എങ്ങോട്ടും വിളിക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ ജാമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരുവിധം കവറേജുകളൊന്നും ഇവിടെ കിട്ടില്ല. പ്രത്യേകിച്ച് താഴെ ഭാഗത്തേക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ഫോൺ കട്ടായിരിക്കും. നമ്മുടെ ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാത്ത അവസ്ഥയാണ്. ഇന്ന് രാവിലെ കവി സുമേഷ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആർക്കും ഒരു നാട്ടിലേക്കും ബന്ധപ്പെടേണ്ട, ഉറ്റവരെ നാട്ടിലേക്ക് വിളിക്കേണ്ട. ഇവിടെ വന്നവരെല്ലാം ഒറ്റ വരാനാണ്. അയ്യപ്പന്റെ നെറ്റ്വർക്കിലാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തരും. ആ നെറ്റ്വർക്കാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നെറ്റ്വർക്കിനുള്ളിൽ പെട്ടവരാണ്. അവർക്ക് ഇനി ഒരൊറ്റ കാത്തിരിപ്പേ ഉള്ളത് ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ കാന്തമലയിൽ 3 തവണ കണ്ണ് ചിമ്മുന്ന ആ മകരവിളക്ക്, അതിനിടയിൽ ഉത്രം നക്ഷത്രം ഉദിക്കുന്നത് കാണാം. നേരത്തെ കാണാൻ നമ്മൾ വന്നപ്പോൾ ഈ തിരുമുറ്റത്തേക്ക് കയറുമ്പോൾ ഒരു ആശങ്ക പോലെ കരിമേഘ പടലങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു, പടിഞ്ഞാറേ ആകാശത്ത്. ഇപ്പോൾ ആ സന്ധ്യ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ആ കാർമേഘമൊക്കെ എവിടെ പോയി മറിഞ്ഞെന്ന് നമുക്കറിയില്ല. അന്നേരെ നമ്മൾ പറഞ്ഞിരുന്നു ഈ കാർമേഘം ഇവിടെ ഒരു പക്ഷേ ഒരു പുണ്യാഹം പോലെ തളിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. ഒരു മകരവിളക്കിന് ഒരു കാർമേഘവും ഇതുവരെ വലിയ മഴയായി പെയ്തിട്ട് അയ്യന്റെ തിരുമുറ്റം നനച്ചിട്ടില്ല. പെയ്യുകയാണെങ്കിൽ ഒരു കാർമേഘം ഇങ്ങനെ തുള്ളി പെയ്തങ്ങ് പോവുക ഉള്ളൂ. ഏതായാലും ഇത് അയ്യന്റെ തിരുമുറ്റമാണ്. ഇവിടെ കാർമേഘങ്ങളൊക്കെ വഴിമാറി നിൽക്കുന്നു. ഇനിയൊരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. മാനം തെളിഞ്ഞിരിക്കുന്നു, ആകാശത്ത് മേഘങ്ങളുണ്ട്. ഒരു ചെറിയ കാറ്റുകൂടി ഇനി അടിക്കും. ആ കാറ്റിൽ ഈ മേഘങ്ങളെല്ലാം പമ്പ കിടക്കും. അപ്പോൾ പൊന്നമ്പലമേട് പൂർണ്ണമായും തെളിഞ്ഞു വരും. ആ പൊന്നമ്പലമേട് അതിനു മുമ്പ് ആഴികെടുത്തും, തിരുമുറ്റത്തെ ആഴികെടുത്തി ആ പുകയും അമർത്തും. അതിനുശേഷം സന്നിധാനത്ത് നിൽക്കുന്നവർക്ക് ഒരു പുകപടലങ്ങളുമില്ല, ഒരു കാർമേഘങ്ങളുമില്ല. ആ കാർമേഘങ്ങളെല്ലാം അകഞ്ഞു മാറ്റിക്കൊണ്ട് ആ വലിയ കാറ്റ് വന്ന് ആ പൊന്നമ്പലമേടിന് മുകളിലുള്ള ആ കറുത്ത മേഘങ്ങളെ മാറ്റിക്കൊണ്ട് ആ കിഴക്കൻ ചക്രവാളത്തിൽ ഉയരുന്ന ഉത്തര നക്ഷത്രത്തെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകമെമ്പാടും ഇരുന്ന് ടെലിവിഷനിലൂടെ ഈ ആ ഉത്തര നക്ഷത്രത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന, അത് മാത്രമല്ല ആ പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്ന മകരവിളക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തെളിയിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു ദിവ്യ ജ്യോതിസാണ്, അതൊരു ദീപാരാധനയാണ്. അത് മാനത്ത് ഉത്തരം നക്ഷത്രം ഉദിക്കുമ്പോൾ അത് താരക ബ്രഹ്മമാണ്, ഭഗവാനാണത് എന്ന് പ്രകീർത്തിച്ചുകൊണ്ട്
പണ്ട് 18 മലകളിൽ നിന്നും ആ കർപ്പൂരാഴി ഒഴിയുമായിരുന്നു ഭഗവാനെ. അത് പിന്നീട് കാന്തമലയിൽ മാത്രമായി, പൊന്നമ്പലമേട്ടിൽ മാത്രമായി. പലരും അത് അയ്യപ്പസ്വാമി അവിടെ ജ്യോതി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വിശ്വസിച്ചത് കാണാൻ ശ്രമിച്ചു. ഏതായാലും ആ ദീപാരാധന അല്പസമയത്തിനകം നടക്കും. അത് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷമാകും. ഹരി താഴെയുണ്ട്. ഇനിയുള്ളത് നടപ്പന്തലിലെ കാഴ്ചകളാണ്, നടപ്പന്തലിലെ വിശേഷങ്ങളാണ്. തിരുവാഭരണം ഇങ്ങ് എത്താറായി. 6:15 കഴിയുമ്പോഴേക്കും തിരുവാഭരണ ഘോഷയാത്ര അതിന്റെ ആദ്യ സംഘമെങ്കിലും വലിയ നടപ്പന്തലിലേക്ക് എത്തണം. ഹരി, അവിടെ വലിയ നടപ്പന്തലിലേക്ക് ഈ ഘോഷയാത്രയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ എത്തിയോ? അതിന്റെ മുൻനിര എത്തിയോ അവിടെ? ശരംകുത്തിയിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിന് അകം തന്നെ വലിയ നടപ്പന്തലിലേക്ക് ഓരോ സംഘങ്ങളായി എത്തും. ആദ്യം അവരെ സ്വീകരിക്കാൻ പോയവരുൾപ്പെടെയും തീവെട്ടിയുമായി മുന്നേ വരുന്നവരുൾപ്പെടെയും വലിയ നടപ്പന്തലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. ഭക്തർ ഓരോരുത്തരെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്രയെ ഒരു നോക്ക് കാണുവാൻ, ആ പേടകത്തെ കണ്ടു വണങ്ങുവാൻ, അയ്യപ്പസ്വാമിയെ കണ്ടു വണങ്ങുവാൻ വേണ്ടി ഭക്തർ ഓരോരുത്തരും അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. വലിയ നടപ്പന്തലിൽ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും ഇരുവശങ്ങളിലായി ഭക്തരുണ്ട്. വലിയ നടപ്പന്തലിന്റെ ഒരു വശത്ത് ഈ പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം അകമ്പടി സേവിച്ചവരുടെ ഒരു വലിയ നിര കാണാം. അവര് ഈ തിരുവാഭരണ ഘോഷയാത്രയും ഇവിടെ എത്തി ദീപാരാധനയും കഴിഞ്ഞ് മകരജ്യോതിയും കഴിഞ്ഞതിന് ശേഷം ദർശനം നേടുന്നതിന് വേണ്ടി വലിയ നടപ്പന്തലിലെ ആ ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മറുവശത്ത് ഭക്തരാണ്, ഇരുമുടി കെട്ടേന്തിയവരുമുണ്ട്. ഒപ്പം തന്നെ മറ്റുള്ളവർ ഈ മകരജ്യോതി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങാൻ നേരത്തെ വന്ന് തമ്പടിച്ചവരൊക്കെ ആ പരിസരത്ത് നിൽപ്പുണ്ട്. ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഭക്തരുടെ നടുവിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് വന്നിറങ്ങാൻ പോകുന്നത്. ആ മനോഹരമായ ആ കാഴ്ച കാണാൻ വേണ്ടി ഭക്തർ ഓരോരുത്തരും കാത്തു നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസിന്റെ ഫ്രെയിമിലൂടെ പ്രേക്ഷകർക്കും ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിന്റെ തുടക്കത്തിൽ എത്തുന്നത് മുതൽ വലിയ നടപ്പന്തലിന്റെ ഇങ്ങേ അറ്റം വരെയുള്ള ദൃശ്യങ്ങൾ ഒരു നിമിഷം പോലും മാറാതെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഭക്തർക്ക് നടുവിലൂടെ തിരുവാഭരണ ഘോഷയാത്ര വന്നിറങ്ങി. തിരുവാഭരണ ഘോഷയാത്ര പേടകം ചുമന്നു വരുന്നവരെല്ലാവരും ഒരു വട്ടമിട്ട് കറങ്ങി ഭക്തർക്ക് നടുവിലൂടെ വരുന്ന ആ കാഴ്ച. അതിന് കഴിഞ്ഞ് ഇങ്ങേ അറ്റത്ത് വലിയ നടപ്പന്തലിന്റെ ഇങ്ങേ അറ്റത്തെത്തി പടിക്കെട്ട് കയറി ആഴിക്ക് സമീപമുള്ള ആലിന്റെ ചുവട്ടിലൂടെ വട്ടമിട്ട് കളിച്ച് ഈ 18ാം പടി കയറി സന്നിധിയിലേക്ക് എത്തുന്ന ആ കാഴ്ച അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കും. തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. 6:15 കഴിയുമ്പോൾ സന്നിധിയിലെത്തണം എന്നുള്ളതാണ് തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഇനി ഒരു 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് എത്താം. ആ 10 മിനിറ്റ് കഴിയുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് എത്തുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും.